ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് അരി കുതിർത്താൻ വയ്ക്കാം. ഒരു 30 മിനിറ്റ്. ഇത് കുതിർന്ന് വരുമ്പോഴേക്കിനും അധികം ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്യാപ്സിക്കം, അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ, 3 ക്യാരറ്റ്, 5-8 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്. എൻ്റെ അടുത്ത് ബീൻസ് ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാത്തത്, അതും കൂടെ എടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുക്കുക. അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും സോയാ സോസും കൂടെ ഒഴിക്കുക. ഉപ്പ് കുരുമുളകും പാകത്തിന് ഇടാം. സോയ 2 ടീസ്പൂണാണ് ഒഴിച്ചത്. എന്നിട്ടത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ആക്കി എടുക്കുക. ഇനി നമുക്ക് അതിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കാം. അതിന് ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലാവശ്യത്തിന് ഉപ്പും ഓയിലും ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് തിളച്ച് കഴിഞ്ഞ് അരിയിട്ട് വേവിച്ചെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇനി നമുക്ക് അതിലേക്കുള്ള ചിക്കന് വേവിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ കോരി മാറ്റിയതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ നമുക്ക് അതിലേക്ക് വേണ്ട മുട്ട ചിക്കിയെടുക്കാം. ഞാൻ അതിലേക്ക് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചിക്കിയെടുക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കിന് സവാളയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം.
ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നു. ഇനി അതിലേക്ക് മുട്ടയും ചിക്കനും വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കണം.